അപ്പോൾ ഞങ്ങൾ മൂന്നുപേരും കൂടി ഇതാ മെട്രോയിൽ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ജവഹർലാൽ നെഹ്റു ഇൻ്റർനാഷണൽ സ്റ്റേഡിയം ഗ്രൗണ്ടിലേക്കാണ് കേട്ടോ. അവിടെ ഒരു വനിതാ ഉത്സവം എന്ന് പറഞ്ഞ ഒരു എക്സിബിഷൻ നടക്കുന്നുണ്ട്. എല്ലാ കൊല്ലവും വരുന്നതാണ്. എനിക്ക് ഇങ്ങനത്തെ എക്സിബിഷനും കാര്യങ്ങൾക്കൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാര്യം കുറേ സാധനങ്ങൾ വാങ്ങിക്കൊന്നും ഇല്ലെങ്കിലും ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ എല്ലാം കണ്ടു നടക്കാനൊക്കെ. ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും വിലയൊക്കെ കുറഞ്ഞ് കിട്ടിയാലോ. അപ്പോൾ നമ്മൾ ഇവിടെ കയറണമെങ്കിൽ 50 റുപ്പീസാണ് ഒരാൾക്ക് ടിക്കറ്റിൻ്റെ റേറ്റ് വരുന്നത്. അത് കൊടുത്ത് കയറി കഴിയുമ്പോൾ ഫസ്റ്റ് കയറി ചെല്ലുന്ന സ്റ്റോളുകളെല്ലാം തന്നെ ഇലക്ട്രോണിക്സ്, പിന്നെ തുണി, അതുപോലെ ഡ്രസ്സുകൾ, കാര്യങ്ങൾ, പിന്നെ ബെഡ്ഷീറ്റ്, ചെരുപ്പ്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും ഞാൻ എടുത്തില്ല കേട്ടോ. അതൊക്കെ നോർമൽ എപ്പോഴും ഉണ്ടാവുന്നതാണ്. പിന്നെ നമ്മൾ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരുപാട് ചെടികൾ വെച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ മെയിൻ അട്രാക്ഷൻ എന്താ ഈ സെറാമിക്സ് അലങ്ങളാണ് കേട്ടോ. ഞാൻ അവിടുന്ന് 2-3 കപ്പും സാധനങ്ങളൊക്കെ വാങ്ങിക്കുകയും ചെയ്തു. അത്യാവശ്യം നല്ലൊരു ഡീസൻറ്റ് റേറ്റിന് കിട്ടുകയും ചെയ്തു കേട്ടോ. കാശ്മീരി പ്രിൻ്റുള്ള ക്രോക്കറീസൊക്കെ അവിടെ വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ അവിടെ നിന്ന് പോകുമ്പോഴേക്കും ഈ പ്രാവശ്യം ഒരുപാട് കാറും അതുപോലെ തന്നെ 2 വീലറിൻ്റെയൊക്കെ എക്സിബിഷൻ ഉണ്ട്. പിന്നെ മെയിൻ അട്രാക്ഷൻ ഇതായിരുന്നു ബാലരമ കേവ്. കഴിഞ്ഞ കൊല്ലം വന്നതിലൊന്നും ഇതുണ്ടായിരുന്നില്ല കേട്ടോ. ഇതിൽ നമുക്ക് ബാലരമയും കളിക്കുടുക്ക അങ്ങനെയുള്ള ബുക്സ് അവിടെ നിന്ന് വാങ്ങിക്കാനും പറ്റും. അതുപോലെ തന്നെ ഇതുപോലെ ഒരു കേവ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചെറിയൊരു കുഞ്ഞു ഗുഹ പോലെ വെച്ചിട്ട് അതിൽ മായാവിയും മുത്തും എല്ലാവരും ഉണ്ട്. ലുട്ടാപ്പി, കുട്ടൂസൻ, വിക്രമൻ എല്ലാവരും ഉണ്ട് കേട്ടോ. താഴെ നമുക്കിങ്ങനെ ലൈറ്റൊക്കെ വെച്ച് സെറ്റ് ചെയ്തേക്കാണ്. ഞങ്ങൾ പോയത് ഒരു ഉച്ച സമയമായതുകൊണ്ട് നല്ല ചൂടായിരുന്നു. പക്ഷെ നിങ്ങളൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഒരു ഈവനിങ് അല്ലെങ്കിൽ നൈറ്റ് സമയത്ത് പോവുകയാണെങ്കിൽ കുറച്ചും കൂടി നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നി. പിന്നെ വലിയ തിരക്കൊന്നുമില്ല. കഴിഞ്ഞ കൊല്ലത്തെ അത്ര ഇടിയും തള്ളും ഒന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് നല്ല സമാധാനമായിട്ട് നടക്കാൻ പറ്റി. അകത്താണെങ്കിലും ഇതുപോലെ പുറത്താണെങ്കിലും ഒക്കെ. പിന്നെ നമ്മൾ ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും സാധാരണ എപ്പോഴും ഉള്ള പോലെ തന്നെ ഒരു കുടുംബശ്രീ ചേച്ചിമാരുടെയൊക്കെ ഒരു ഫുഡ് സ്റ്റോൾ ഉണ്ടാവും. അവിടെ സാധാരണ എല്ലാ ഫുഡും ഉണ്ട് കേട്ടോ. നല്ല ദോശ, ചിക്കൻ, ബിരിയാണി, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്. ചാട്ടുകൾ ഉൾപ്പെടെ ഉണ്ട്. പക്ഷേ ഞാൻ ഈ പ്രാവശ്യം ട്രൈ ചെയ്തത് ഒരു ബീറ്റ് ബെറി എന്ന് പറഞ്ഞ ഡ്രിങ്ക് കേട്ടോ. ചെല്ലുമ്പോൾ തന്നെ കാണുന്ന ഫസ്റ്റ് സ്റ്റോളിലാണത്. 60 രൂപയായിരുന്നു. ബീറ്റ് ബെറി എന്ന് പറഞ്ഞാൽ ബീറ്റ്റൂട്ടും നെല്ലിക്കയും കൂടി ഉള്ളൊരു ജ്യൂസാണ്. നമുക്കിപ്പോൾ ഹെൽത്തി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഷുഗറും ഐസും ഒന്നും വേണ്ടാന്ന് പറഞ്ഞാൽ അവർ അതുപോലെ തന്നെ ഉണ്ടാക്കി തരും കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ.